ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് ഡേ 8 ആണ്. ഡേ 8 രാവിലെ ഞായറാഴ്ചയാണ്. രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. നേരെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11 മണിയായി കാണും. 11 മണിയായി നമ്മളവിടെ പള്ളിയിലാണ്. സൺഡേ ക്ലാസ് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഒരു പിടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചുമ്മാ രാവിലെ മുതൽ ചുമ്മാ വീട്ടിലിരിപ്പാണ്. വൈകുന്നേരം ഈ പ്രകൃതിയും ആസ്വദിച്ച് നല്ല കാറ്റും നല്ല വെട്ടമൊക്കെ ആയതുകൊണ്ട് വെളിയിൽ കയറി അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മരിച്ചിനി ഇറച്ചിയാണ് നമ്മളങ്ങനെ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല. എന്നാലും നമ്മൾ ചുമ്മാ കഴിച്ച് ഇരിക്കുകയാണ്. രാവിലെ കാപ്പി കുടിച്ചില്ല, അതാണ് വിഷയം. നമ്മളങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കുകയാണ്. നമുക്ക് സാഹിത്യ സമാജത്തിൻ്റെ എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലെത്തിയപ്പം ചെറുക്കന്മാരെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വട്ടം കൂടിയെന്ന് കാര്യം പറഞ്ഞു. ഇതാണ് നമ്മളെ പള്ളി. ആദ്യം നമ്മൾ പള്ളിയിൽ സാഹിത്യ സമാജം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാക്ടീസ് ചെയ്യാൻ. കൊച്ചുപിള്ളേർ ഡാൻസ്. കറണ്ട് പോയപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ ഇവന്മാരോട് അവർ കുറച്ച് ചെറുക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാടകം പ്രാക്ടീസാണ്, വേറെ ഗ്രൂപ്പിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിക്കുകയാണ് ഗൈസ്. ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാൻ പോയി. ജോബി ചേട്ടനും ദീപു ചേട്ടനുമായിട്ട് നമ്മൾ പോയി. അവിടെ നിന്ന് ചായയും വാങ്ങിച്ച് അടിപൊളി ചായ കുടിക്കാൻ വേണ്ടി ചായ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചായ എടുത്ത് വെച്ച് നമ്മൾ ചായ കുടിക്കാനുണ്ട്. ഫോട്ടോയൊക്കെ എടുത്ത് ചായ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒന്ന് ചായ കുടിക്കുന്നുണ്ട്. പനച്ചപ്പൊട്ടി വന്നാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം കിട്ടി. അതും കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ ഇവിടെ കടല ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്നത്. നമ്മളങ്ങനെ കടല തിന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ചോറ് കഴിക്കാൻ പോയി. നമ്മൾ ചോറ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി രാത്രിയുള്ള പരിപാടി നമ്മൾ ബൈബിളും വായിച്ചിട്ട് നേരെ കിടക്കണം. ഇന്നത്തെ വചനം ഇതാണ്. ജ്ഞാനം 11:2. അവർ നിർജ്ജനമായ മരുഭൂമികളുടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്യും. ഇതാണ് നമുക്കിന്ന് കിട്ടിയ വചനം. അപ്പോൾ ശരി, എല്ലാവർക്കും ഇനി നല്ല ഉറക്കം വേണ്ടിയിട്ട് ഇനി നേരെ പോയി കിടന്ന് ഒരു ഉറക്കം. ബൈ.